ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 സവാള, 2 പച്ചമുളക്, 1/2 കിലോ കിഴങ്ങ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോൾ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ശേഷം തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുത്ത് ഒരു അരമണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കിഴങ്ങ് കറിയൊക്കെ ദാ ഇതുപോലെ കുറുകി കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.